നിന്റെ രണ്ട് ചെറുക്കന്മാരും എപ്പം നോക്കിയാലും അടിയും ബഹളവും ആണല്ലോ. അവരെന്താ ഇങ്ങനെ? എനിക്കറിയാൻ പാടില്ല, ഇതിന്റെ പേരിൽ കരയാത്ത ദിവസങ്ങളില്ല. നിന്റെ ഇളയ ചെറുക്കൻ ഇച്ചിരി പെശക. നീ തന്നെയാണോ പ്രസവിച്ചേ? അയ്യോ, അവൻ വരുന്നുണ്ട്. പറഞ്ഞത് കേട്ടോ ഇല്ലയോ? എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോകട്ടെ. എന്താണ് അവരുമായിട്ട് ഒരു കുശുകുശുപ്പ്? അയൽക്കൂട്ടൊന്നും ഇല്ലല്ലേ? മക്കൾ, അവൻ നാളെയാണ് ദുബായിക്ക് പോകണത്. ഒരിക്കൽ അവനോട് സ്നേഹമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. എൻ്റെ അമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഒന്ന് പോവമ്മ. എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, എന്തെങ്കിലും ചെയ്യ്. രണ്ട് പിള്ളേരുടെ അടി ഉണ്ടാക്കുന്നു, ഭയങ്കര അടിയാണല്ലോ. അത് കാര്യമാക്കണ്ട, അതാ വീട്ടിലുള്ള ചെക്കന്മാരാ, അത് സ്ഥിരമുള്ളതാ. ചേട്ടനീനാ. 2:30 മണിയായി. ഇവൻ ഗൾഫിൽ പോന്നാണ്ട് എനിക്കെന്തിനാ 5 ദിവസമായിട്ട് ഉറക്കമില്ലാത്ത? ഇവൻ പോയോ? എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? നോക്കിയും കണ്ടൊക്കെ തന്നെ പോണേ. ഇപ്പൊ ഈ ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പറ്റിപ്പാണ്. അവിടെ പോയി പിന്നെ കഷ്ടപ്പെടേണ്ട വരരുത്. എന്ത് നോക്കണേ? അപ്പൊ നിനക്ക് എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമല്ലേ? എന്തായാലും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, സ്നേഹം കാണാതിരിക്കൂല. പിന്നെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ എന്തിനായിരുന്നു? നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് അവക്ക് പറ്റിയ വൈബ് വിടില്ലെന്നും പറഞ്ഞ് ഈ വീടിൻ്റെ പടിയിറങ്ങിപ്പോയപ്പോൾ കരഞ്ഞു തീർത്ത യാത്രികളിൽ നിന്റെ ഒരു ആശ്വാസവാക്കെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഈ സാധനം വലിച്ചു കീറിയ എത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടും? എടാ, നീ കളിക്കല്ലേ സാധനോട്. നിന്റെ സ്ഥിരം സ്വഭാവം എടുക്കരുത്. ചേട്ടാടേ, അമ്മ എന്നെ ഇട്ടിട്ട് പോണ്ടടാ.